അടുത്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു പ്രത്യേക സെഗ്മെൻ്റാണ്. ഓരോ മണ്ഡലങ്ങളിലും MLA എന്ത് ചെയ്തു, അതായത് മതിയായി MLA എന്ന് പറയുന്നത് പോലെ മടുത്തു MLA ഉണ്ട്, അതല്ലെങ്കിൽ എല്ലാം ശരിയായോ. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് LDF വരും, എല്ലാം ശരിയാക്കും എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം ശരിയായോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കണമല്ലോ. വികസനമില്ലായ്മ ഏറ്റവും രൂക്ഷമെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാം. 20 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച LDF MLA N ജയരാജ് പ്രഖ്യാപിച്ച പാഴ്വാഗ്ദാനങ്ങളായി പോയതും പാതി വഴിയിൽ നിലച്ചു പോയതുമായ പദ്ധതികളുടെ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചുള്ള വിലയിരുത്തലാണ് ഇനി. കാഞ്ഞിരപ്പള്ളിയുടെ സ്വപ്ന പദ്ധതി പാതി വഴിയിൽ നിലച്ചതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. മണിമല കോട്ടാങ്ങൽ റോഡ്, നെടുമാവ് മുക്കാലി റോഡ്, ചാമാമ്പാതൽ കാനം റോഡ്, അരുവിക്കുഴി നെടുമാവ് റോഡ്, ഇങ്ങനെ മണ്ഡലത്തിലെ നിരവധിയായ റോഡുകൾ ശോചനീയാവസ്ഥയിൽ തന്നെ. BMC നിലവാരത്തിൽ റോഡ് പുനർനിർമ്മിക്കുമെന്ന MLAയുടെ പ്രഖ്യാപനം പാഴ്വാക്ക് മാത്രമായി. അരുവിക്കുഴി നെടുമാവ് റോഡ് നിർമ്മാണത്തിന് PM സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടും MLAയുടെ പിടിപ്പുകേടുകൊണ്ട് 6 വർഷങ്ങൾക്കിപ്പുറവും റോഡ് നിർമ്മാണം യാഥാർത്ഥ്യമായിട്ടില്ല. കാഞ്ഞിരപ്പള്ളി പഴയിടം റോഡിന്റെ നിർമ്മാണവും എങ്ങും എത്തിയിട്ടില്ല. സ്വപ്ന പദ്ധതിയായിരുന്നു, നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ ബൈപ്പാസ് നിർമ്മാണം. പക്ഷെ പദ്ധതി എങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശം. വികസന മുരടിപ്പിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണമായി എടുത്തു ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിലെ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഈ മേഖല. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് 2010 തറക്കല്ലിട്ടതാണ്. പക്ഷേ 10% പണി പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇപ്പൊ 26 ജംഗ്ഷനിൽ നിന്ന് വന്ന് കയറുന്ന ഈ ബൈപ്പാസ് സത്യം പറഞ്ഞാൽ നാഷണൽ പെർമിറ്റ് ലോറികളും അതുപോലെ 4 വീൽ വണ്ടികളും പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും, ഇവിടുന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇവിടെ പാറ പൊട്ടിച്ചു കൊണ്ടുപോയി ആ കാശുമായിട്ട് അന്നത്തെ കോൺട്രാക്ടർ പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു MLA ഒരിക്കലും പറയാൻ പറ്റിയാത്തൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്തിലുള്ള ഏതോ കമ്പനിയെ ഏൽപ്പിച്ചിട്ട് ആ കമ്പനി പാറ പൊട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഈ 10-20 വർഷമായിട്ട് MLA ആയിട്ടിരുന്ന അദ്ദേഹത്തിന്റെ ഈ ബൈപ്പാസിനോടും കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്ന മണിമല കുടിവെള്ള പദ്ധതി 25 വർഷങ്ങൾക്കിപ്പുറവും എങ്ങുമെത്താതെ കിടക്കുന്നു. പദ്ധതിക്കായി സ്ഥാപിച്ച ജലസംഭരണി ചെറുവള്ളിയിൽ ഒരു സ്മാരകം പോലെ കാണാം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി അടക്കം ശോചനീയാവസ്ഥയിലാണ്. മണ്ഡലത്തിലെ ആശുപത്രികൾക്ക് ആംബുലൻസുകൾ അനുവദിക്കുമെന്ന വാഗ്ദാനവും നടപ്പായില്ല. നിരവധിയായ പദ്ധതികൾ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. കാഞ്ഞിരപ്പള്ളിയിലെ പൂർത്തീകരിച്ച ഒരു പദ്ധതി പോലും പറയാനില്ല. ഏതാനും ചില പദ്ധതികൾ ചില പ്രദേശങ്ങളിൽ തുടങ്ങി വെച്ചു എന്നുള്ളതിനപ്പുറത്ത് ഒരു വികസനത്തിന്റെ ഒന്നും കാണാൻ നമുക്ക് കാഞ്ഞിരപ്പള്ളി 20 വർഷം കൊണ്ട് സാധ്യമായിട്ടില്ല. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ വികസന മുരടിപ്പിന്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്ന വെള്ളാവൂർ തൂക്കുപാലം. 2018 പ്രളയത്തിൽ തകർന്നതാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഉടൻ പുനർനിർമ്മിക്കുമെന്ന് MLA വർഷങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം നൽകിയെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. വെള്ളാവൂർ തൂക്കുപാലവും പുത്തൂർക്കടവ് പ്ലാക്കൽപ്പടി പാലവും യാഥാർത്ഥ്യമായാൽ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലേക്കുള്ള സഞ്ചാരമാർഗം ഏറ്റവും സുഗമമാകും. പക്ഷേ പദ്ധതി ഒന്നും നടപ്പായിട്ടില്ല. കോട്ടയം, പത്തനംതിട്ട എന്നീ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വെള്ളാവൂർ, കോട്ടാങ്ങൽ എന്നീ 2 പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് നമ്മുടെ ഈ പുറകെ കാണുന്നത്. കഴിഞ്ഞ 2018 പ്രളയത്തിൽ 2018-21 കാലഘട്ടത്തിലെ പ്രളയത്തിൽ തകർന്ന ഈ പാലം MLAയുടെ അനാസ്ഥ മൂലം ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് അക്കരെ ഇക്കരയിലേക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവിടെ ഏറ്റവും ചരിത്രപ്രധാനമായിട്ടുള്ള ദേവീക്ഷേത്രം, കോട്ടാങ്ങൽ പടയണി ദേവീക്ഷേത്രം നടക്കുന്ന ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് ഇവിടെ എത്താനുള്ള ആവശ്യം അത് ആളുകൾക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. അരുവിക്കുഴി ടൂറിസത്തിന് വാഗ്ദാനം മാത്രം. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പ്രഖ്യാപനത്തിൽ മാത്രം. കറുകച്ചാൽ ബൈപ്പാസ് നിർമ്മാണം MLAയുടെ പാഴ്വാക്ക് മാത്രമായി. ഇങ്ങനെ അക്കമിട്ട് ചൂണ്ടിക്കാട്ടാൻ എങ്ങുമെത്താത്ത നിരവധി പദ്ധതികൾ മണ്ഡലത്തിലുടനീളമുണ്ട്. റോഡ്, ആശുപത്രി, കുടിവെള്ളം, പാലം, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്, അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഈ വിഷയങ്ങളെല്ലാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങളാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മിഥുൻ മുരളി.